ഒരു ജീവിയുടെയൊക്കെ ഒരു മുഖം കണക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഗൈസ്, ഇന്ന് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന രണ്ട് മോജോ കുട്ടന്മാരാണ്. രണ്ടും XT ബൈക്കാണ് കേട്ടോ. ഒന്ന് ഷോർട്ട് സീറ്റും ഒന്ന് ലോങ് സീറ്റും ബൈക്കാണ്. ഈ രണ്ട് വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല, ഈ കാണുന്ന വൈറ്റ് മോജോയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. മലപ്പുറത്ത് നിന്ന് വന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനാണ്. മച്ചാ ഈ ഒരു കിറ്റ് ഏകദേശം 29,000 റേറ്റ് വരുന്ന ഫുൾ കിറ്റാണ്, എക്സ്പ്ലോറർ കിറ്റ് നമ്മളിന്ന് മോജോയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുസബിൽ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ അൽത്താഫ് എന്ന് പറഞ്ഞ മച്ചാൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വണ്ടിയിൽ ഈ ഒരു എക്സ്പ്ലോറർ കിറ്റ് കയറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വർക്കാണ് മോജോയിൽ എക്സ്പ്ലോറർ കിറ്റ് കയറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് എന്താണെന്ന് ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു കിറ്റാണ്. ഈ സാധനം വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയി. പക്ഷേ മച്ചൻ മലപ്പുറത്ത് നിന്ന് ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഹെഡ്ലൈറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. കണ്ടില്ലേ എൻ്റെ മോനെ, അടിപൊളിയല്ലേ, എന്തോ ഒരു ജീവിയുടെ കണ്ടു കണക്ക് ഇരിക്കുന്നത്. അറിയാ ഇത് മൊത്തത്തിൽ 29 അല്ലേ, 28-27 സംതിങ് ഒരു റേറ്റ്. അല്ലെങ്കിൽ കയറ്റുന്നോ വണ്ടി കയറ്റുന്നോ? ഇത് കൂടെ കയറ്റാൻ വയ്യല്ലേ. ഷാൻഡിൽ കുറച്ച് ഫ്രീ ആവുന്നുണ്ടല്ലേ. ഓക്കെ, അതാ ഇത് ഈ ഒരു വെയിറ്റ്, ഈ ഒരു ഹെഡ്ലൈറ്റ് നല്ല വെയിറ്റുള്ള ഹെഡ്ലൈറ്റ്. ഈ ഹെഡ്ലൈറ്റ് ഫുള്ള് ഈ ഒരു 4-ക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹാൻഡിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഹെഡ്ലൈറ്റ് കുറച്ച് മുമ്പോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹാൻഡിൽ നല്ല രീതിക്ക് ഫ്രീ ആവും. നമുക്ക് അത്യാവശ്യം ചെറിയ ഓഫ് റോഡ് കാര്യങ്ങൾ പോകാൻ നേരത്തെ നമുക്ക് സ്റ്റെബിലിറ്റി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഓട്ടോലോഗ് തന്നെ വൈറ്റും ബ്ലാക്ക് ഡിസൈൻ തന്നെ ഈ ഒരു കളർ ഇറക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഈ സാധനം സെറ്റ് ചെയ്യാം. അതാ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു വലിയൊരു സാധനം വണ്ടി ഇത് മാറി എനിക്ക് വണ്ടി ഇത് മാറ്റിയപ്പോൾ തന്നെ വണ്ടി ഒന്ന് സ്മോൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറച്ച് നല്ല പണിയുണ്ട്. ഇതിൻ്റെ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണ്. ഇതിൻ്റെ മീറ്ററിൻ്റെ അവിടെ കുറച്ച് സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ട്രെച്ചർ വണ്ടി ഈ ഒരു ഹെഡ്ലൈറ്റ് ഫുള്ള് ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റും അതുപോലെ സ്ട്രെച്ചറും എല്ലാം ഇളക്കി നമുക്ക് ആ ഒരു കിറ്റിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പയ്യെ ചെയ്യട്ടെ. അപ്പം ബോക്സിൻ്റെ അകത്ത് വരുന്ന ബാക്കി സാധനങ്ങളാണ് കേട്ടോ. ടാങ്ക് ഇവരാണ് വണ്ടിയുടെ ഓണർ. പക്ഷെ അവൻ ഫേസ് കാണിക്കുന്നത് വിളിച്ചോടിച്ചിരിക്കുക. അത് വൈസറല്ലേ? അതോ ഇനിയും കിടക്കാം. അതിൻ്റെ അകത്ത് നിറച്ച് ഓരോരോ സാധനങ്ങൾ കിടക്കുകയാണ്. ഇത് ടാങ്കിൻ്റെ പീസാണ് ഈ വരുന്നത്. ഇത് സൈഡ് പാനലാണ് കേട്ടോ ഈ വരുന്നത്. ഇതിനകത്ത് ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സൈഡ് പാനൽ വരുന്നത്. ഓക്കെ, ഇത് നമ്മളെ റേഡിയേറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ ആ ഭാഗത്ത് വരുന്ന കുറേ സംഭവങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. ഇന്നൊരു ദിവസം എനിക്ക് ഒന്നൊരു രാത്രിയാവും തോന്നുന്നതല്ല, രാത്രി കഴിയും ഈ ഒരു വണ്ടിയുടെ വർക്ക് തീരാനായിട്ട്. നല്ല പണിയെടുക്കേണ്ടി വരേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡൂം ഗ്ലാസ്സിൽ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയത് ഈ കാണുന്ന പ്ലേറ്റും ഈ കാണുന്ന സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു കിറ്റിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പം ഈ ഒരു ഷേപ്പിൽ നമ്മൾ നെട്ട് ബോൾട്ട് ടൈറ്റ് ആക്കണം കേട്ടോ. ടൈറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു സംഭവം ഈ ഒരു ചേസിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർക്കിൽ ഇതിൻ്റെ ആ ഒരു ബലം കിട്ടാതെ കുറച്ചുകൂടെ മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഹെഡ്ലൈറ്റ് നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ നമ്മൾ ഹെഡ്ലൈറ്റ് അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ അവിടുത്തെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അത് ടാങ്കിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്താണ് ഇതിൻ്റെ ആ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു വർക്ക് വരികയാണെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അതിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അതാ ഇത്രയും ഡിസ്റ്റൻസിലാണ് മാറിയിരിക്കുന്നത് ഫോർക്കിൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ. അപ്പം ഈ ഒരു ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാനാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. അതെന്തായാലും നമ്മൾ അടിയിലായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് അപ്പോൾ ഈ ലുക്കിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് പീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ മീറ്റർ സെറ്റ് ചെയ്യാനുണ്ട്. മീറ്ററിൻ്റെ വയ്ക്കാനുള്ള ആ ഒരു ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഫൈബർ കിറ്റ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യണം. എന്തായാലും പക്ക പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഓരോ പീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഒരു അടിപൊളി പീസ് കാണാനായിട്ട് സൈഡ് പീസ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ വരുന്ന നെറ്റും ബോൾട്ടുകളാണ്. ഫുൾ അലങ്കി നെറ്റും ബോൾട്ടുമാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത്. ഇതിന് കൂടെ തന്നെ വരുന്നതായിരിക്കും. നമ്മളെ ഇരിക്കുന്ന ബോൾട്ടും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ വർക്ക് അപ്പം ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 9:20 ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയുടെ വർക്ക് തീരാനായിട്ട്. അപ്പം
എന്തായാലും സമയം എടുത്തെങ്കിലും വണ്ടിയുടെ ലുക്ക് ഇതായിപ്പം അടിപൊളി ആക്കിയിട്ടുണ്ട്. നമ്മളെ മോജോ എക്സ്പ്രസ് നല്ലൊരു കിടില റീപെയിൻ്റ് നിൽക്കുകയാണ് രാവിലെ. മച്ചാ നമുക്ക് വേണ്ടിയിട്ട് ഇന്നലെ പോകാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് നോക്കിയതാ. അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടാ. അപ്പം ഇതാണ് അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ലുക്കായിട്ട് വരുത്താം. റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ അംസമിൻ്റെ സ്റ്റോക്ക് മോജോയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹെഡ്ലൈറ്റിന് ഒരു ഒരു GVD ഒക്കെ ഒരു മുഖം കണക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അതിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലാണ് ഹെഡ്ലൈറ്റ് ചെയ്യുന്നത്. എന്നാൽ മോഡിഫിക്കേഷൻ ചെയ്ത ബൈക്കാണെന്ന് തോന്നത്തുമില്ല. വണ്ടി കുറച്ചുകൂടെ ഒരു ബൾക്കിനെസ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഈ ഭാഗത്ത് കൊടുത്തേക്കുന്നത്. നല്ല കിടിയ സ്ട്രോങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഈ ഭാഗത്ത് പെയിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഹെഡ്ലൈറ്റിന് പെയിൻ ക്വാളിറ്റി പറയുമ്പോൾ ഇവിടെ ചെറിയൊരു ക്രാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന സംഭവം കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ കൂടുതൽ തരുന്നൊരു വൈസറാണ്. വൈസർ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഈ സ്പേസറും കാര്യങ്ങളൊക്കെ ഈ കിറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. മീറ്ററിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഫ്ലാപ്പ് ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഈ ഒരു ഫുൾ കിറ്റ്. അപ്പം ഇത് കൂടാതെ തന്നെ എക്സ്ട്രാ സെറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ. ഡ്യൂക്കിൻ്റെ KTM ഇൻഡിക്കേറ്ററാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് ക്യാരി ചെയ്ത് സാഡ് സ്റ്റേ ഇതെല്ലാം വണ്ടി കൊടുത്തതാണ് കേട്ടോ. ഇത് നമ്മുടെ മുസമ്മിൻ്റെ മോജോന്ന് ഊരി ഇതിൻ്റെ അകത്തോട്ട് മാറ്റിയതാണ്. പിന്നെ വണ്ടിയിൽ ഹിഡനായിട്ട് വെച്ചിരിക്കുന്ന സംഭവമുണ്ട് വണ്ടിയുടെ ഫോഗ് ലൈറ്റ്. ഈ ഒരു ഫ്രണ്ട് പോയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫോഗ് ലൈറ്റ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഭയങ്കര ഹിഡനായിട്ട് ഇരിക്കുന്നൊരു പോർഷനായിട്ട് ആ ഒരു ഫോഗ് ലൈറ്റ് വെച്ചിരിക്കുന്നതാ. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ 2 ഫോഗ് ലൈറ്റ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഫോഗ് ലൈറ്റ് വെക്കാൻ നേരത്ത് ഇതുകൊണ്ട് മറയുമെന്നാണ് വിചാരിച്ചാൽ. ആദ്യം വെച്ചപ്പോൾ മറിഞ്ഞായിരുന്നു. പിന്നെ ചെറിയൊരു സ്പേസർ കൊടുത്തിട്ട് ഈ ഒരു ഫോഗ് ലൈറ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കറക്റ്റ് റോട്ടിലാണ് കേട്ടോ ഈ ഒരു ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. നൈറ്റ് പോയാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി വണ്ടി കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഒരു ഹാൻഡ് ഗാർഡ് കേട്ടോ, വൈറ്റ് കളറിൽ ഹാൻഡ് ഗാർഡ് വണ്ടി കൊടുത്തിട്ടുണ്ട്. എന്താ ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻഡിക്കേറ്ററും വയ്ക്കാം. ഇൻഡിക്കേറ്റർ വേണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ മറച്ചിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് ഗാർഡ് കൂടെയാണ് കേട്ടോ. ഇത്രയും വലിയൊരു ഹെഡ്ലൈറ്റാണ് ഈ ഒരു ഹാൻഡിൻ്റെ ഭാഗത്ത് ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ഇരിക്കുന്നത്. ഏകദേശം ഒരു 5 കിലോയ്ക്കകത്ത് തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ നമ്മൾ ഹാൻഡിൽ നിന്ന് 5 കിലോ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു വെയിറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഹാൻഡിൻ്റെ ഭാഗത്തുനിന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ബാക്കി വെയിറ്റ് മൊത്തം ചേസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡിലിപ്പോൾ നല്ല രീതിക്ക് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അത് കണ്ടില്ലേ. ഇത് അതേപോലെ നമ്മളെ ഈ ഒരു മോജോ ഇത് ഇങ്ങനെ ആക്കാനകത്ത് 2 നമുക്കത് വെയിറ്റ് ഫീൽ ചെയ്യും, അടിപൊളിയായിട്ട് അറിയാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വണ്ടിയിൽ കിറ്റ് കയറ്റുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ. പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു ബൾക്കിനെസ് ആണ്. വണ്ടി ഒരു പെട്ടെന്നൊരു വലിയൊരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ലുക്കിലോട്ട് വണ്ടി ആയിട്ടുണ്ട്. എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പല കളറിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പല കളറിൽ നിങ്ങൾ ഗ്രാഫിക്സൊക്കെ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഇരിക്കും. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്ത് കിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു അപ്പോൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ സ്കെയിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്താൽ. അപ്പോൾ ഇതേപോലത്തെ എന്ത് വർക്കിനും നിങ്ങൾക്ക് നെസ്കെയിലും കോൺടാക്ട് ചെയ്യാം. അവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് വണ്ടി സെറ്റല്ലേ? ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അടിപൊളി ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ. നല്ല രീതിക്ക് മീറ്ററും അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പിലോട്ടാണ് നിന്നിട്ടുള്ള ഒരു പക്ക ടൂറിംഗ് ബൈക്കിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിലോട്ട് വണ്ടി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ കയറി പോകുന്നത് അയ്യോ ഹാൻഡിൽ സീനാണല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വണ്ടി ഓടിക്കണം. വണ്ടി ഇന്നലെ പണിഞ്ഞിട്ട് അവൻ കൊണ്ടുപോയതാണ്. എൻ്റെ മോനോ മുസഫിൻ്റെയൊക്കെ മോജ് ഓടിച്ചിട്ട് ഇത് ഓടിക്കാന്നുണ്ടല്ലോ. ഹാൻഡിൽ ചുമ്മാ ആടുന്ന് അടിക്കാം. രസമുണ്ട്, അടിപൊളി. ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ടയർ ഇപ്പോൾ സീനാണ് കേട്ടോ. മൊട്ട ടയറാണ്. അത് മാറ്റാനോടാണ് പോകുന്നത് ഇപ്പോൾ. വണ്ടിയുടെ പവറിനെ പറ്റിയിട്ടാണ്, വണ്ടിയുടെ ഫീച്ചേഴ്സിനെ പറ്റി പറയുന്നൊരു വീഡിയോ അല്ല, വണ്ടിയുടെ ഈ ഒരു വർക്കിനെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു അതൊന്നും പോകണ്ട. പിന്നെ വണ്ടിയുടെ ടയർ ഇപ്പോൾ കുറച്ച് സീനാണ്. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട്. ഫ്രണ്ട് ടയർ മൊട്ടയായിട്ട് ഓട്ടിക്കാൻ ചെറിയൊരു ഒടിച്ചിലുണ്ട് കേട്ടോ. പക്ഷേ ഹാൻഡിലിങ് സീനായിട്ടുണ്ട് അങ്ങനെ. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വൈസർ വരുന്നുണ്ടൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ വിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല കുറവായിരിക്കും. ഫിറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നല്ല പണിയുണ്ട്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗമാണ് സെറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക് കേട്ടോ. പിന്നെ 1-2 ഭാഗങ്ങളൊക്കെ ചെറിയ പണിയുണ്ട്. അപ്പോൾ എന്തായാലും
നമ്മൾ തന്നെ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് ഏകദേശം രാത്രി 9:30 ആയപ്പോഴാണ് അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വെച്ച് നോക്കിയത്. ഇനി ഒരു വണ്ടി ഇതേപോലെ കിട്ടിയാൽ ഇത്രയും സമയം എടുക്കത്തില്ല, കുറച്ചും കൂടെയൊക്കെ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വെച്ചാൽ മലപ്പുറത്ത് നിന്നാണ്, അവിടെ എവിടെ ഈ ഒരു വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോപ്പില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്ത് ഇന്നലെ നൈറ്റ് ഓടി രാവിലെ എത്തിയതാണ്. ഇന്നലെ തന്നെ വർക്ക് കഴിഞ്ഞ് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടി ഒരു ദിവസം സ്റ്റേ ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു മച്ചാറേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.